മൂഴിക്കുളം ഫൊറോന കുറുമശ്ശേരി ഇടവക ഇന്ന് മുതൽ 3:30 കുർബാന ഇല്ല എന്ന് അച്ഛൻ പ്രഖ്യാപിച്ചു. ഇന്ന് 3:30 കുർബാനയ്ക്ക് ഞങ്ങൾ ചെന്നിട്ട് കുർബാന ഉണ്ടായിരുന്നില്ല. മുന്നറിയിപ്പില്ലാതെ കുർബാന ഇന്ന് മുതൽ ഇല്ല എന്ന് കപ്പ്യാർ പറഞ്ഞു. ഓക്കെ. 3:30 കുർബാന അവിടെ നിർത്തിയെങ്കിൽ നാളെ രാവിലെ 6:30 എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ കുർബാന എപ്പോഴാണ്? നാളെ തിങ്കളാഴ്ച ദിവസം എപ്പോഴാണ് കുർബാന? ആദ്യം ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കടം വീടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചാൽ മതി എന്ന് വ്യക്തമായി പറയുക. അത് ഒരാളാണേലും 2 പേരാണേലും നടത്തിത്തരാൻ അവർ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഒരു ബഹളമുണ്ടാക്കുക, പോലീസ് വരട്ടെ, പോലീസ് വന്നാൽ നമ്മളെയൊന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും പോകത്തില്ല. അപ്പോൾ അതിരൂപതയിൽ അറിയും. അതിരൂപതയിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിനെന്താന്ന് വെച്ചാൽ നീക്കുപോക്കുണ്ടാക്കും. അപ്പം അതുകൊണ്ട് തോമസ് ചേട്ടൻ ഉറപ്പായിട്ടും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. നാളെ രാവിലത്തെ കുർബാന ആദ്യം ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കടം വീടിയതിന് ശേഷം മാത്രം, തിങ്കളാഴ്ച ഇടദിവസമല്ലേ, നമ്മൾ പൗരസ്ത്യ സഭയാ, തിങ്കളാഴ്ച പ്രത്യേകിച്ച് കുർബാന കൂടിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ രീതി അനുസരിച്ചിട്ട് ഞായറാഴ്ചകളിൽ മാത്രമേ നമ്മൾക്ക് കുർബാനയുള്ളൂ. പിന്നെ ഇതുങ്ങൾ കുറേ എണ്ണം പെറ്റ് പെരുകിയത് കൊണ്ട് സഭ തീരുമാനിച്ചിരിക്കുന്നതാണ് എല്ലാ ദിവസവും ചൊല്ലിക്കോളാൻ. ധൈര്യമായിട്ട് പറയാം, ഒന്നുകൊണ്ടും പേടിക്കണം. ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കടം വീടിയിട്ട് തിങ്കളാഴ്ച ഇവന്മാർക്ക് കുർബാന കണ്ടാൽ മതി എന്ന് ധൈര്യപൂർവ്വം പറയണം. അത് ഒരാളാണേലും മതി. അത് സങ്കീർത്തനിലേക്ക് കയറുന്നതിന് മുമ്പേ തടസ്സപ്പെടുത്താൻ നോക്കണം. ആദ്യം ഏത് കുർബാനയാണ്? ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കടം വീടാനുള്ള കുർബാന ആദ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചാൽ മതി എന്ന് വ്യക്തമായി പറയുക. അലമ്പുണ്ടാക്കിയാൽ ഉറപ്പായിട്ടും തീരുമാനങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ മെത്രാന്റെ ലെറ്ററും കൊണ്ട് വരിക, ഇവിടെ കുർബാന വേണ്ടെന്ന് മെത്രാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ലെറ്റർ കാണിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറകോട്ട് പോവാം. മെത്രാൻ പറയട്ടെ. ശക്തമായി പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം ഈ ഒരു കാര്യത്തിൽ. എങ്കിൽ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ.